ഹായ് എവ്രിവൺ, എൻ്റെ പേര് അക്ഷതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ഷാംപൂ അല്ലെങ്കിൽ ഫേസ് വാഷിന് പകരം നാച്ചുറലി വീട്ടിൽ തന്നെ ഒരു ഹോം മെയ്ഡ് റെമഡി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഷാംപൂ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഫെർമെൻറ്റഡ് റൈസ് വാട്ടറാണ്, അതായത് നമ്മുടെ കഞ്ഞിവെള്ളം. നമ്മൾ അരി വാർത്തിട്ട് അതായത് ചോറ് വെച്ചിട്ട് വാർത്തതിന് ശേഷമുള്ള കഞ്ഞിവെള്ളം അത് കളയേണ്ട, അതങ്ങനെ വെച്ചിട്ട് ഒരു രാത്രി വെക്കുക. അങ്ങനെ ആകുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും, ഇത് ഫെർമെൻറ്റഡ് ആവും. ആ കഞ്ഞിവെള്ളമാണ് നമുക്ക് വേണ്ടത്. ഈ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം മുടിക്ക് നല്ല കണ്ടീഷണറാണ്. അതുകൊണ്ട് നമുക്ക് പുറമേ നിന്നുള്ളൊരു കണ്ടീഷണർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ മുടി സ്മൂത്ത് ആക്കാൻ വളരെ നല്ലതാണ്. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുൾട്ടാനി മിട്ടിയാണ്. എല്ലാ കടകളിലും ആയുർവേദിക് ഷോപ്പിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. മുൾട്ടാനി മിട്ടി നല്ലൊരു ക്ലെൻസറാണ്. മുടിയിൽ അത് സ്കാൽപ്പിലുള്ള ഇംപ്യൂരിറ്റീസൊക്കെ മാറ്റാനും അതേപോലെ ഓയിൽനെസ് ഒക്കെ മാറ്റി പിന്നെ ഡാൻഡ്രഫൊക്കെ മാറ്റാനും സ്പ്ലിറ്റൻസ് ഒക്കെ മാറ്റാൻ വളരെ നല്ലതാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് പയറുപൊടിയാണ്. നമ്മൾ സാധാരണ പയറ് മേടിക്കില്ലേ, ചെറുപയർ മേടിക്കില്ലേ, ആ ചെറുപയർ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. പൊടിയായിട്ട് പുറത്തുനിന്ന് മേടിക്കണം എന്നില്ല, പക്ഷെ തരിതരിപ്പില്ലാണ്ട് പൊടിച്ചെടുക്കണം. ഇൻ കേസ് തരിതരിപ്പുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഷാംപൂ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, അതായത് മുടിയിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് മുടിയിൽ ആ പൊട്ടും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കളയാൻ ചിലപ്പോൾ പ്രയാസമായിന്ന് വരും. ഇനി നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഈ കഞ്ഞിവെള്ളം എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ അതിലേക്ക് മുൾട്ടാനി മിട്ടിയും ഈ പയറുപൊടിയും ആഡ് ചെയ്യാം. സോ ഞാൻ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം. അപ്പോൾ ഞാൻ അതിലേക്ക് 2 സ്പൂൺ മുൾട്ടാനി മിട്ടിയും 2 സ്പൂൺ പയറുപൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പയറുപൊടിയൊക്കെ നമ്മുടെ മുടിയിലിട്ട് കഴുകണം, പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യണ കാര്യമാണ്, പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ മുൾട്ടാനി മിട്ടിയും അതേപോലെ വളരെ നല്ല ക്ലെൻസറാണ്. രണ്ടും വളരെ നല്ല ക്ലെൻസറാണ്. മുടിയിലത്തെ അഴുക്കും സ്കാൽപ്പിലെ അഴുക്കും അതേപോലെ തന്നെ എന്തെങ്കിലും സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായത്, അതായത് ഡാൻഡ്രഫ് അല്ലെങ്കിൽ സ്കാൽപ്പ് ഇൻഫെക്ഷൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. സോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, കട്ടകളൊന്നും ഇല്ലാത്ത പോലെ മിക്സ് ചെയ്യുക. സോ ഇതാണ് നമ്മൾ ഷാംപൂവിന് പകരം ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഷാംപൂവിൻ്റെ അത്ര എഫക്റ്റ് ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി. ഇതിൽ കെമിക്കൽസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് മുടിയിൽ കുറച്ച് മാത്രം എണ്ണ ഉണ്ടെങ്കിലാണ് ഇത് മാറ്റുക. ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ ഇത് മാറ്റിയെന്ന് വരില്ല. സോ അതൊന്ന് മനസ്സിൽ വെക്കണം. സോ അടുത്തത് നമുക്ക് ഇതൊരു ഫേസ് വാഷ് പോലെയുള്ള ഒരു സംഗതി ഉണ്ടാക്കാം ഇത് വെച്ചിട്ട് തന്നെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ഒരു പാത്രം എടുക്കുക, ഒരു കണ്ടെയ്നർ എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്ര, അതായത് ഞാൻ ഇപ്പോൾ ഒരു ചെറിയ ബാച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 2 സ്പൂൺ മുൾട്ടാനി മിട്ടിയും 2 സ്പൂൺ പയറുപൊടിയും നേരത്തെ നമ്മൾ എടുത്തിട്ടില്ലേ പയറുപൊടി, അതന്നെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. നമുക്കിത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഫേസ് വാഷിന് പകരം ഇത് അപ്ലൈ ചെയ്യാം. എസ്പെഷ്യലി മോർണിംഗ് എണീറ്റ് ടൈമിൽ തന്നെ നമ്മൾ മുഖം ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യില്ലേ, അതിന് പകരം ഇത് ഉപയോഗിച്ചാൽ മതി. ഇത് പെർഫെക്റ്റ് ആണ്. സോ നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ജസ്റ്റ് ആസ് യൂഷ്വൽ നമ്മൾ ഹെയർ പാക്സ് ഒക്കെ യൂസ് ചെയ്യില്ലേ, അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുക, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് വെക്കാൻ പറ്റിയ അത്രയും നല്ലത്. ഇൻ കേസ് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, നമ്മൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് ഇതിന് മീതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയറുപൊടി പൊടിക്കുമ്പോൾ ഒട്ടും തരിതരിപ്പൊന്നും ഇല്ലാണ്ട് പൊടിച്ചെടുക്കണമെന്ന് മാത്രം. അങ്ങനെ തരിതരിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുടിയിൽ അത് പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല നല്ല നൈസായിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കണേ വെച്ചാൽ ഇത് പറ്റി പിടിച്ചൊന്നും ഇരിക്കില്ല. വെറുതെ പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്താൽ തന്നെ പൊയ്ക്കോളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് എണ്ണ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഫുൾ എണ്ണ പോയിന്ന് വരില്ല. നമ്മൾ വെറുതെ കുറച്ച് എണ്ണ മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആണ്. പിന്നെ ജസ്റ്റ് പ്ലെയിൻ വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുക. ഇനി ഫേസ് വാഷിന് വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ബാത്റൂമിൽ തന്നെ വെക്കുക, ഒരു ചെറിയ കണ്ടെയ്നറിലാക്കി. വളരെ കുറച്ച് ബാച്ചുകളായിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം തട്ടി അത് കേട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരും. അതുകൊണ്ട് കുറച്ച് ബാച്ചായിട്ട് ഉണ്ടാക്കുക, ഒരു 2 ആഴ്ചത്തേക്കുള്ള ബാച്ചായിട്ട് ഉണ്ടാക്കി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ഇടുക. എന്നിട്ട് നമ്മുടെ പ്ലെയിൻ വാട്ടർ വെച്ച് മിക്സ് ചെയ്യാം, അല്ല റോസ് വാട്ടർ വേണമെങ്കിൽ റോസ് വാട്ടർ വെച്ചിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫേസ് വാഷ് പോലെ പതുക്കെ ഒന്ന് ജെൻലി സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം. അല്ല നമുക്ക് ഫേസ് പാക്ക് പോലെ വെക്കണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ അത്രയും ബെനിഫിഷ്യലാണ്.
ജസ്റ്റ് കയ്യിൽ തന്നെ വെച്ച് മിക്സ് ചെയ്താൽ മതി. ഇത് ഫേസ് വാഷിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ഇത് അതിൻ്റെ അത്ര തന്നെ ബെനിഫിറ്റ് തരും. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ മുഖം കഴുകുമ്പോൾ ഇത് യൂസ് ചെയ്യാം. പിന്നെ രാത്രി സമയത്ത് ഇൻ കേസ് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് കളയാൻ ഇത് അത്ര ഹെൽപ്ഫുൾ ആവില്ല. പക്ഷേ നമ്മൾ മേക്കപ്പ് ഓൾറെഡി ഒരു മേക്കപ്പ് റിമൂവറോ എന്തെങ്കിലും ഓയിലോ വെച്ചിട്ട് റിമൂവ് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഇത് ഉപയോഗിച്ചാലും മതി ഫേസ് വാഷിന് പകരം. സോ ജസ്റ്റ് പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് മുടിയും കഴുകുക, ഫേസും വാഷ് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ എൻ്റെ മുടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ കുറച്ച് എണ്ണയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, ഷാമ്പു പോലെ ഇങ്ങനെ പറത്തി നിർത്തില്ല മുടി, പക്ഷേ അത്യാവശ്യം എണ്ണയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.